ഇവനത്രേയൻ പ്രിയൻ എന്നുമെന്നും. സർവാംഗ സുന്ദരൻ താൻ എൻ്റെ പ്രിയനെന്നോർത്തിടുമ്പോൾ മറ്റുള്ള പ്രിയരിൽ എത്ര പ്രിയൻ ഇവനത്രേയൻ പ്രിയൻ എന്നുമെന്നും. 10,000 മണവാളരിൽ സുന്ദരനാണെൻ്റെ പ്രിയൻ. 10,000 മണവാളരിൽ സുന്ദരനാണെൻ്റെ പ്രിയൻ. കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത സുന്ദര രൂപനെ നീ മതിയേ. പ്രിയനെ പോൽ, കണ്ടാൽ കൊതി തീരാത്ത സുന്ദര രൂപനെ നീ മതിയേ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ചെറിയ സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്തീയ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്തൊരു മേഖലയാണ് ക്രിസ്തു താതാത്മ്യം എന്നുള്ളത്, അല്ലെങ്കിൽ കർത്താവിനോട് നമ്മൾ അനുരൂപരായി തീരുക എന്നുള്ളത്. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ദൈവരാജ്യത്തിൽ കർത്താവിൻ്റെ ഹിതവുമായി ചേർന്നു പോകാത്ത നമ്മുടെ ജീവിതത്തിലെ ശൈലികൾ, നമ്മുടെ ശീലങ്ങൾ, സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, മനോഭാവം, നമ്മുടെ ജീവിതത്തിലെ ഈഗോ, ഇതെല്ലാം കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മെ ഗ്രഹിപ്പിക്കുകയും തൻ്റെ പരിശുദ്ധാത്മാവ് അതിന്മേലെല്ലാം ജയിപ്പാൻ നമുക്ക് സഹായം തരികയും തദ്വാര പല മേഖലകളിലും നമ്മെ കർത്താവ് ചെത്തി മിനുക്കി കൊണ്ടുവരുന്ന മേഖലകൾ കാണുവാൻ സാധിക്കും. പലതും ആരംഭത്തേക്ക് നമുക്ക് വേദനയായിട്ട് തോന്നാമെങ്കിൽ പോലും അവസാനമാണ് നമുക്ക് അതിൻ്റെ പിറകിലുള്ള ദൈവിക മഹാപദ്ധതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ കല്ല് ഒരുവൻ്റെ മേൽ വന്ന് വീഴുക എന്നുള്ളത് വ്യത്യസ്തമായൊരു അനുഭവമാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നത്തിൽ ഒരു ബിംബത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ വ്യാഖ്യാനം ദൈവപുരുഷനായ ദാനിയേൽ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അവസാനം പറയുന്നുണ്ട്, ആ ബിംബം എന്നുള്ളത് പല കമ്പോണൻസാണ്. തല സ്വർണം കൊണ്ട് പണിയപ്പെട്ടത്, അതുപോലെ ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ വെള്ളി കൊണ്ട് പണിയപ്പെട്ടത്, താമ്ര കൊണ്ട് പണിയപ്പെട്ടത്, ഇരുമ്പ് കൊണ്ട് പണിയപ്പെട്ടത്. അവസാനം പാദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പാദം പകുതി കളിമണ്ണും പകുതി ഇരുമ്പുമാണ്. എന്നാൽ താനിത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, താൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉയരത്തിൽ നിന്നും കൈകൊണ്ട് ഉണ്ടാക്കപ്പെടാത്ത ഒരു കല്ല്, കൈകൊണ്ട് രൂപപ്പെടുത്താത്ത ഒരു കല്ല്, കൈ തൊടാതെ ഒരു കല്ല് വന്ന് ഈ ബിംബത്തെ വന്ന് അതിൻ്റെ കാലിമേലടിച്ച് ആ ബിംബത്തെ മുഴുവൻ തകർത്തെറിഞ്ഞ് അതിനെ അപ്രത്യക്ഷമാക്കുകയും പിന്നീട് ആ ഉയരത്തിൽ നിന്ന് വന്ന കല്ല് സർവ്വഭൂമിയെയും നിറയ്ക്കത്തക്ക രീതിയിൽ മഹാപർവ്വതമായി തീർന്നു എന്ന് കാണുന്നുണ്ട്. ഈ ഒരു അർത്ഥത്തിലാണ് ഇവിടെ കർത്താവ് പറയുന്നത്, ആ കല്ല് ഒരുത്തിൻ്റെ മേൽ വന്ന് വീണാൽ അതവനെ ധൂളിപ്പിക്കുമെന്നുള്ളത്. പിന്നീട് ദാനിയേൽ ആ സ്വപ്നത്തിൻ്റെ അവസാന ഭാഗം പറയുന്നത്, അങ്ങനെ ദൈവം ലോകത്തിലെ മനുഷ്യൻ്റെ സകല സിസ്റ്റത്തെയും അടിച്ചു തകർത്ത ശേഷം ദൈവം തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുമെന്നായിരുന്നു ആ ദർശനത്തിൻ്റെ, ആ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്നുള്ളത്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, കർത്താവിൽ വന്ന് വീഴുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന അനുഭവവും കർത്താവാകുന്ന സാക്ഷാൽ മൂലക്കല്ല് ഒരു വ്യക്തിയുടെ മേൽ വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്നതും രണ്ടും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. കൃപയാൽ ഈ കല്ലിമേൽ വന്ന് വീഴുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. നമ്മുടെ പല ആഗ്രഹങ്ങളും തിരസ്കരിക്കപ്പെട്ടെങ്കിലും, നമ്മുടെ പല സ്വപ്നങ്ങളും, നാളെക്കുറിച്ചുള്ള നമ്മുടെ പല ആലോചനകൾക്കും മാറ്റം വരുത്തേണ്ടി വന്നു എങ്കിൽ പോലും ആ കർത്താവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് സാക്ഷാൽ മൂലക്കല്ലാകുന്ന ക്രിസ്തുവേശുവിനോട് ചേർന്ന് പണിയപ്പെടുവാനായിട്ട് ഭാഗ്യം ലഭിച്ച വ്യക്തികളാണ് ഒരു ദൈവ പൈതൽ, ദൈവ മക്കൾ എന്നുള്ളത്. അതിനായി തുടർന്നും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ പണിയപ്പെടലിൻ്റെ ഭാഗമായി മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് നമുക്ക് ഓജസ്സും ബലവും തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ചോദ്യചിഹ്നത്തിന് മുന്നിൽ ഒരുപക്ഷെ പല അവരുടെ ആഗ്രഹങ്ങളും നടപ്പിലാകാതെ പോയതിൻ്റെ നിമിത്തമായിട്ടുണ്ടായ വേദനയോ ചോദ്യചിഹ്നമോ അവരെ ഭരിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ അവരുള്ളത്തോട് കർത്താവ് തുടർന്നും ഇടപെടണമേ. ഞങ്ങളുടെ പല ആഗ്രഹങ്ങളെയും കർത്താവ് മാറ്റിക്കളയുമ്പോൾ
അതിനേക്കാൾ വലിയ ഉദ്ദേശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനത്തിൽ വായിക്കുന്ന പോലെ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ ഉയർന്നിരിക്കുന്നു, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളെക്കാൾ ഉയർന്നിരിക്കുന്നു എന്ന ആലോചന അവരുടെ കർത്താവ് വെളിപ്പെടുത്തണമേ. അവരെ ബലപ്പെടുത്തണം, ശക്തി കൊടുക്കണം. ഈ പോർക്കളത്തിൽ പിടിച്ചു നിൽപ്പാൻ അവർക്ക് അമിതമായ ബലം കർത്താവ് കൊടുക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ